മുഖ്യമന്ത്രിയോട് പറയാനുള്ളത്, താങ്കളുടെ രക്തത്തിനു വേണ്ടിയല്ല കേരളത്തിലെ ജനങ്ങൾ ദാഹിക്കുന്നത്. ഈ അഴിമതി നിറഞ്ഞ, വൃത്തികേടുകൾക്ക് കൂട്ടുനിൽക്കുന്ന, യാതൊരു മടിയും മറയുമില്ലാതെ മാർക്സിസ്റ്റ് പാർട്ടിയെ സ്വന്തം ഇച്ഛാശക്തിക്കനുസരിച്ച് തന്റെ കുടുംബത്തിന്റെ അടിമ പാർട്ടിയാക്കി മാറ്റിയിട്ടുള്ള, അഴിമതിക്ക് വേണ്ടി കേരളത്തിന്റെ ഭരണകൂടത്തെ വർഷങ്ങളോളം കൈകാര്യം ചെയ്തിട്ടുള്ള താങ്കൾ കേരളത്തിന്റെ മുഖ്യമന്ത്രി കസേരയിൽ നിന്ന് രാജിവെച്ചൊഴിഞ്ഞു പോയി കേരളത്തിലെ മനുഷ്യർക്ക് അവകാശപ്പെട്ട നല്ലൊരു ഭരണം ലഭ്യമാക്കാൻ, അതിനു വേണ്ടിയാണ് കേരളത്തിലെ ജനങ്ങൾ, ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങളും ദാഹിക്കുന്നത്. ആ ജനങ്ങളുടെ ആഗ്രഹത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ഞാൻ ഈ കസേരയിൽ നിന്ന് മാറുന്ന പ്രശ്നമില്ല എന്ന് തീരുമാനിക്കുകയും, ഞാൻ എൻ്റെ മകളുടെ ലക്ഷ്യത്തിനു വേണ്ടി, പൂർത്തീകരണത്തിന് വേണ്ടി മുന്നോട്ട് പോകും എന്ന് തീരുമാനിക്കുകയും, മകളുടെ ഭർത്താവ് കൂടി മന്ത്രി പദവിയിൽ ഇരുന്നു കൊണ്ട് എല്ലാ അന്വേഷണത്തെയും അട്ടിമറിക്കാൻ വേണ്ടി മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ ഈ കേസിലെ കുറ്റക്കാരിയായിട്ടുള്ള വീണയുടെ ഭർത്താവ് റിയാസും ചേർന്നുകൊണ്ട് ഈ ഭരണകൂടത്തെ നയിച്ചാൽ കേരളത്തിലെ ജനങ്ങൾ ഓരോ നിമിഷവും മുഖ്യമന്ത്രി രാജിവെച്ചൊഴിയണമെന്ന് ദാഹിക്കുക തന്നെയാണ്. അതിനനുസൃതമായിട്ടുള്ള സമരങ്ങളും പോരാട്ടങ്ങളും ഈ ഭരണകൂടത്തിനെതിരായിട്ട് ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇപ്പോ ആലപ്പുഴയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഉത്തമനായിട്ടുള്ള ഒരു ലീഡർ എന്ന് കേരളത്തിലെ ബഹുഭൂരിപക്ഷം ജനങ്ങളും വിശ്വസിക്കുന്ന, പഴയകാല സഖാവും നല്ല അറിവും പ്രാപ്തിയും ഒക്കെയുള്ള ശ്രീമാൻ സുധാകരനെ ഉൾപ്പെടെ എങ്ങനെയാണ് ശ്രീമാൻ MA ബേബിയെ ഉപയോഗിച്ച് വരുതിയിൽ നിർത്തിയിട്ടുള്ളത് എന്നുള്ളതും കേരളത്തിലെ ജനങ്ങൾ ആകമാനം നോക്കിക്കണ്ടിരിക്കുകയാണ്. കേരളത്തിന്റെ പ്രശ്നം എന്ന് പറയുന്നത്, നിങ്ങളുടെ പാർട്ടി അഴിമതിയുടെ കറപുരണ്ടിരിക്കുന്നുവെന്നും നിങ്ങളുടെ പാർട്ടിക്ക് സമൂഹത്തോട് യാതൊരു പ്രതിബദ്ധതയുമില്ലെന്നും നിങ്ങളുടെ പാർട്ടിക്ക് മുഖ്യമന്ത്രിയുടെ കുടുംബത്തോട് മാത്രമേ പ്രതിബദ്ധതയുള്ളൂവെന്നും പാർട്ടി കോൺഗ്രസിൽ തെളിയിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. എന്നാൽ ഈ CMRL പണമിടപാട് കേസിൽ അഴിമതിയും കൈക്കൂലിയും നടന്നിട്ടുണ്ട് എന്നുള്ളതും മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയാതെ ഒരു ചില്ലിക്കാശ് പോലും വീണ വിജയൻ വീട്ടിലേക്ക് കൊണ്ടുപോകില്ല എന്നുള്ളതും നഗ്നമായിട്ടുള്ള സത്യമാണ്. ഇത് ജനങ്ങളുടെ മുന്നിൽ നിൽക്കുകയാണ്. KSIDC എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തെ ഗവൺമെന്റ് യഥാർത്ഥത്തിൽ കൊണ്ടുവന്നത് പോലും ഈ കരിമണൽ കർത്തയ്ക്ക് വേണ്ടിയിട്ടാണ്. അപ്പൊ CMRL-ൽ 13.4% വരുന്ന ഓഹരികൾ സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള KSIDC-യുടെ പക്കൽ വെക്കുകയും കമ്പനിക്ക് 182 കോടി രൂപ നഷ്ടമുണ്ടാക്കുകയും ചെയ്ത ഒരു കേസിൽ ഒരു അന്വേഷണവും വേണ്ട, പാർട്ടിക്കകത്ത് ഒരു ചർച്ചയും വേണ്ട എന്ന് തീരുമാനിച്ചുകൊണ്ട് ഈ പ്രസ്ഥാനം മുന്നോട്ട് പോകുമ്പോൾ കേരളത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന ജനത ഈ അഴിമതി നിറഞ്ഞ ഗവൺമെന്റിനെതിരായിട്ട് പ്രതികരിക്കണം എന്നും ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുകയാണ്. ഇതേ കേസിൽ തന്നെ ഒരു പ്രമുഖ രാഷ്ട്രീയ നേതാവിന് ഒരു വലിയ തുക ലഭിച്ചതായി അന്വേഷണ റിപ്പോർട്ടിൽ തെളിഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും കേരളം വ്യവസായ സൗഹൃദമാണ് എന്ന് പറയുകയും, എന്നാൽ മുഖ്യമന്ത്രിയുടെ മകളുടെ വ്യവസായം മുഴുവൻ കേരളത്തിന്റെ പുറത്തു നടത്തുകയും ചെയ്തുകൊണ്ട് ഈ കേരളത്തെ ഏത് വ്യവസായ സൗഹൃദ സ്റ്റേറ്റ് ആയിട്ടാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി വിവക്ഷിക്കുന്നത് എന്നുകൂടി കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ പറയാൻ തയ്യാറാകണം എന്നും ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. കോടിയേരിയുടെ സമയത്ത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ തന്നെ നേതാവായിട്ടുള്ള കോടിയേരിയോട് മാറി നിൽക്കാൻ ആവശ്യപ്പെടുകയും അതിന് പ്രത്യേകം സമ്മേളനങ്ങൾ പ്രാദേശിക തലം മുതൽ സംസ്ഥാന തലം വരെ വിളിച്ചുകൂട്ടുകയും ഒക്കെ ചെയ്തത് കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ പകൽ പോലെ വ്യക്തമായിട്ടുണ്ട്. അപ്പൊ കോടിയേരിയുടെ മാതൃക എന്തുകൊണ്ടാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്വീകരിക്കാത്തത് എന്ന് കേരള രാഷ്ട്രീയം ചർച്ച ചെയ്യും. തീർച്ചയായിട്ടും അതിന് മറുപടി പറയാനുള്ള ബാധ്യത കേരളത്തിന്റെ ഭരണകക്ഷിക്കുണ്ട്, വിശിഷ്യ മാർക്സിസ്റ്റ് പാർട്ടിക്കുണ്ട്. ഇവിടെ പ്രതിപക്ഷം കൃത്യമായിട്ടുള്ള റോൾ ഏറ്റെടുക്കാത്തതിന്റെ കാരണം ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയ പരിപാടിയല്ല. 2004-ൽ ശ്രീമാൻ AK ആന്റണി മുഖ്യമന്ത്രിയായ സമയത്താണ് ആദ്യമായിട്ട് ഖനനത്തിന് വേണ്ടിയിട്ട് 4 ബ്ലോക്കുകൾക്ക് പ്രാഥമികമായിട്ടുള്ള അനുമതി കൊടുക്കുന്നത്. ഈ പ്രാഥമികമായിട്ടുള്ള അനുമതി കൊടുക്കുന്ന സമയത്ത് അന്ന് മലപ്പുറംകാരനായിട്ടുള്ള ശ്രീമാൻ കുഞ്ഞാലിക്കുട്ടിയായിരുന്നു വ്യവസായ വകുപ്പ് മന്ത്രി. പിന്നീട് മാധ്യമ പ്രവർത്തകർക്ക് ഓർമ്മയുണ്ടാകും, ആ വ്യവസായ വകുപ്പ് മന്ത്രി ഐസ്ക്രീം പാർലർ കേസിൽ ചർച്ച ചെയ്യപ്പെടുകയും രാജിവെച്ച് ഒഴിയേണ്ടി വരികയും അതിനെ തുടർന്ന് ഇബ്രാഹിം കുഞ്ഞ് വ്യവസായ വകുപ്പ് ഏറ്റെടുക്കുകയും അതേ സമയത്ത് തന്നെ ശ്രീമാൻ KC വേണുഗോപാൽ ഇവിടെ നിന്ന് രാജ്യസഭ MP ആയിട്ട് പോവുകയും
ഈ 4 ബ്ലോക്കുകളുടെ പ്രാഥമികമായിട്ടുള്ള അനുമതി കൊടുത്തതിൽ കൃത്യമായിട്ട് ചില അന്യായങ്ങൾ നടന്നിട്ടുണ്ട് എന്ന് ബോധ്യപ്പെടുകയും ചെയ്യുകയും, എന്നാൽ ദേശീയ തലത്തിൽ ഇതൊരു ചർച്ച വരികയും അവിടെ അന്ന് കേന്ദ്രമന്ത്രിയായിരുന്ന കേന്ദ്രത്തിലെ ക്യാബിനറ്റ് മിനിസ്റ്റർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇതിനകത്ത് ഇടപെടുകയും ചെയ്തുകൊണ്ട് അവർ കൃത്യമായി ചെയ്ത ഒരു വസ്തുത എന്ന് പറയുന്നത് ഇൻഡസ്ട്രിയലിന്റെ റവന്യൂ സെക്രട്ടറി അന്ന് ശ്രീമാൻ ജോൺ മത്തായി സാറായിരുന്നു. ജോൺ മത്തായി സാറിനെ ദീർഘകാലം ഇതിന്റെ ചുമതലയിൽ വെക്കുകയാണ് ചെയ്തത്. ഈ മൈനിങ് ആർക്കൊക്കെ കൊടുക്കണം, എപ്പോ കൊടുക്കണം, എങ്ങനെ കൊടുക്കണം, അതിന് അവരുമായിട്ട് എന്തെല്ലാം തരത്തിലുള്ള ധാരണകൾ ഉണ്ടാക്കണം എന്നെല്ലാം തീരുമാനമെടുപ്പിച്ചുകൊണ്ട് ജോൺ മത്തായി സാർ ദീർഘകാലം കേരളത്തിൽ ഈ വിഭാഗത്തിന്റെ ചുമതല ഏറ്റെടുത്ത് പ്രവർത്തിച്ചു. അത് കഴിഞ്ഞപ്പോൾ നമ്മൾ കണ്ടത് ബാലകൃഷ്ണപിള്ളയുടെ മരുമകൻ, അദ്ദേഹത്തിന്റെ പേരും ടി ബാലകൃഷ്ണൻ എന്നായിരുന്നു. ടി ബാലകൃഷ്ണൻ മൈനിങ് ആൻഡ് ജിയോളജിയുടെ തലപ്പത്ത് വന്നു. ഒരുപക്ഷെ പഴയ കാലം ആലോചിച്ചാൽ നിങ്ങൾക്കത് ഓർമ്മ വരും. നീണ്ട 15 വർഷം LDFും UDFും ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഇൻഡസ്ട്രിയൽ ആൻഡ് മൈനിങ് സെക്രട്ടറിയുടെ ചുമതലയിൽ 15 വർഷത്തോളം ഭരണപക്ഷത്തിനോ പ്രതിപക്ഷത്തിനോ യാതൊരു കുറ്റപ്പെടുത്തലും ഇല്ലാതെ എങ്ങനെയാണ് ഒരു സംസ്ഥാനത്ത് ദീർഘകാലം വർഷങ്ങളോളം ഈ ടി ബാലകൃഷ്ണൻ ഇതിന്റെ ചുമതലയിൽ ഇരുന്നത് എന്നതിനെ കുറിച്ച് ഒരു അന്വേഷണം, ഒരു ചർച്ച, ഒരു ചിന്ത അത് മാധ്യമ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ടായാൽ ഇതിന്റെ വ്യക്തമായിട്ടുള്ള ചില രേഖകൾ ആദ്യാവസാനം നമുക്ക് കിട്ടും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. പിന്നീട് അദ്ദേഹത്തിന് കെംറ്റലിന്റെ MD ആക്കി, അതായത് ലോകനാഥ് ബെഹ്റ മാറിയിട്ട് വേറൊരു ചുമതലയിൽ സമ്മാനം കൊടുത്ത് ഇരുത്തിയതുപോലെ ടി ബാലകൃഷ്ണനെ കെംറ്റലിന്റെ MD ആക്കി ഇരുത്തുകയും ചെയ്തിട്ടുണ്ട്. ഈ കേരളത്തിൽ 3 കരാറുകൾ, ഇതുപോലെ തന്നെയുള്ള വലിയ 3 കരാറുകൾ LDFും UDFും പരസ്പരം സഹായ സഹകരണ മുന്നണികളായി വർത്തിച്ചുകൊണ്ട് ചെയ്തിട്ടുണ്ട്. അതിലൊന്ന് കാസർഗോഡ് ജില്ലയില് നീലേശ്വരത്ത് 200 ഏക്കർ വരുന്ന സ്ഥലത്ത് ആശാപുര എന്ന് പറയുന്ന മുംബൈ ബേസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനിക്ക് വേണ്ടിയിട്ട് അനുമതി കൊടുത്തു. പിന്നീട് അവിടെ എന്തെല്ലാം സംഭവിച്ചെന്നും അവിടെ ഏതെല്ലാം ആളുകൾ പൊതുപ്രവർത്തകർ രംഗത്ത് വന്നുവെന്നും ആശാപുര കമ്പനിക്ക് വേണ്ടിയിട്ട് എങ്ങനെയാണ് ഈ അനുമതി കിട്ടിയത് എന്നതിനെ കുറിച്ചുമൊക്കെ ഏറെക്കാലം കേരളത്തിൽ ചർച്ച ചെയ്തു. എങ്ങും എവിടെയും എത്തിയില്ല. വിജിലൻസിന്റെ കേസ് വന്നു, വിജിലൻസ് അന്വേഷണം അട്ടിമറിച്ചു. ആശാപുര കമ്പനി കോടിക്കണക്കിന് രൂപ അതിനു വേണ്ടിയിട്ട് കേരളത്തിൽ ഈ മൈനിങ് കിട്ടാൻ വേണ്ടിയിട്ട് അവർ ചെലവഴിച്ചു എന്നതിനെ കുറിച്ച് വരെ കേരളത്തിന്റെ പൊതുജനത്തിന്റെ മുന്നിലുണ്ട്. ഈ സംഭവം എവിടെയും എത്തിയില്ല. ചക്കിട്ടപ്പാറയിൽ ഇതേ സമയത്ത് തന്നെയാണ് ശ്രീമാൻ ഇളമരം കരീമിന്റെ നേതൃത്വത്തിൽ വലിയ ഖനനത്തിന് അനുമതി കൊടുത്തത്. അത് കർണാടകയിലുള്ള MSPL എന്ന് പറയുന്ന ഒരു കമ്പനിക്കാണ് അനുമതി കൊടുത്തത്. അനുമതി എങ്ങനെയാണ് കേരളത്തിൽ കൊടുക്കുന്നതെന്നും അനുമതി കൊടുക്കാൻ വേണ്ടിയിട്ട് ഉത്തരവാദിത്തപ്പെട്ട ആളുകളെ എങ്ങനെയാണ് വർഷങ്ങളോളം ഇരുത്തുന്നതെന്നും ഏറ്റവും കൂടുതൽ റിസർച്ച് ചെയ്തിട്ടുള്ള ഒരു സംസ്ഥാനമാണ് കേരളം എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ആ കേസ് എവിടെ എത്തി? ഈ വലിയ ചക്കിട്ടപ്പാറ ഖനനം അഴിമതിയും ആശാപുരയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നീലേശ്വരത്തെ ഖനനം നിർത്തിവെച്ചതുൾപ്പെടെയുള്ള സംഭവങ്ങളും എവിടെ എത്തി എന്നതിനെ കുറിച്ച് ഒരു മറുപടി പറയാൻ ഭരണപക്ഷത്തിനോ പ്രതിപക്ഷത്തിനോ കേരളത്തിൽ സാധിക്കുമോ എന്നും ഭാരതീയ ജനതാ പാർട്ടി ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ കോൺഗ്രസിന്റെ സീനിയർ ആയിട്ടുള്ള ലീഡർ പറയുന്നു CBI അന്വേഷണം നടത്തേണ്ട കാര്യമില്ല. അതെന്താ CBI അന്വേഷണം നടത്തേണ്ട എന്ന് പറയാൻ കാരണം? നിങ്ങൾക്ക് വിജിലൻസ് മതി. കാരണം എന്താണ്? ഇടതുപക്ഷം ഭരിക്കുമ്പോഴും വലതുപക്ഷം ഭരിക്കുമ്പോഴും വ്യാപകമായ തോതിൽ മൈനിങ് ആൻഡ് ജിയോളജിയെ ദുരുപയോഗപ്പെടുത്താൻ 2 കൂട്ടരും തയ്യാറായിട്ടുണ്ട്. ഒരാളുടെ കേസ്, അതായത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കടന്നുപോയിട്ടുള്ള ഗവൺമെന്റുകൾ ചെയ്ത ഒരു കേസിനെ കുറിച്ച് CBI അന്വേഷിക്കാതിരിക്കാൻ വേണ്ടി ആ സമയത്തെ ഭരണപക്ഷം പരിശ്രമിക്കുകയും അത് വിജിലൻസ് കേസാക്കി മാറ്റുകയും വിജിലൻസ് അന്വേഷണം നടത്തിയിട്ട് ഇളമരം കരീമിന്റെ കാറിൽ നിന്ന് ഉൾപ്പെടെ 1 കോടി രൂപ കണ്ടെത്തിയിട്ടും അത് ഡ്രൈവർ സാക്ഷിമൊഴിയായി പറഞ്ഞിട്ടും ആ കേസ് അട്ടിമറിക്കാൻ പരിശ്രമിക്കുകയും രക്ഷപ്പെടുകയും ചെയ്തിട്ടുള്ളത് കേരളത്തിലെ ജനങ്ങളുടെ മുന്നിലുണ്ട്. അപ്പോൾ സൂചിപ്പിച്ചു വരുന്ന ഇത്രയാണ്, കഴിഞ്ഞ എത്രയോ വർഷങ്ങളായി ഈ തീവട്ടിക്കൊള്ള കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടിപ്പെട്ട പണം, നമ്മുടെ യുവതലമുറ അനുഭവിക്കേണ്ട പണം, അനുഭവിക്കേണ്ട വികസനം, അത് അട്ടിമറിച്ചുകൊണ്ട് ഭരണപക്ഷവും പ്രതിപക്ഷവും ഒരേ രീതിയിലുള്ള ആളുകളെ ചുമതലക്കാരാക്കി ഇരുത്തിക്കൊണ്ട് അത് ഭരണം മാറിയാലും, പിണറായി വിജയൻ മുഖ്യമന്ത്രി പദവിയിൽ നിന്ന് മാറിയാലും പ്രശ്നമില്ല, UDFന്റെ ഒരാൾ മുഖ്യമന്ത്രിയായിട്ട് ഇരുന്നാലും കുഴപ്പമില്ല, ഉദ്യോഗസ്ഥ തലത്തിൽ അനുചര വൃന്ദങ്ങളായിട്ട് ആരു പറഞ്ഞാലും റാൻ മൂളുന്ന ഉദ്യോഗസ്ഥന്മാരെ വർഷങ്ങളോളം ഇരുത്തിക്കൊണ്ട് കേരളത്തിന്റെ മൈനിങ് സെക്ടർ അത് കോടിക്കണക്കിന് രൂപയുടെ ധനനഷ്ടം
നമുക്ക് അവകാശപ്പെട്ട പണം പോക്കറ്റ് അടിച്ചെടുത്ത് രാഷ്ട്രീയക്കാരുടെ പോക്കറ്റുകളിലേക്ക് എത്തിക്കാനുള്ള ക്രമാനുഗതമായിട്ടുള്ള പ്രവർത്തനമാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ കേസ് അങ്ങനെ വിട്ടുകളയും എന്നുള്ള ഒരു ധാരണ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കും വേണ്ട, മുഖ്യമന്ത്രിയെ സഹായിക്കണമെന്ന് ഉള്ളിന്റെ ഉള്ളിൽ ആഗ്രഹിക്കുന്ന പ്രതിപക്ഷ ലീഡർക്കും വേണ്ട എന്ന് പറയാൻ കൂടി ഈ അവസരത്തെ ഉപയോഗപ്പെടുത്തുകയാണ്. ഇന്ത്യയിലെ കൽക്കരി പാടുകൾ മുഴുവൻ, ഇന്ത്യയുടെ മേഖല മുഴുവൻ അദാനി അംബാനി എന്ന് പറയുന്ന അത് കറപ്ഷൻ ആവാതിരിക്കുകയും ഇവിടെ നടക്കുന്ന ഈ ഗണനം കറപ്ഷൻ ആവുകയും ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, അതായത് മേജർ മൈനിങ് എങ്ങനെ നടത്തണം എന്നതിന് കൃത്യമായിട്ടുള്ള നിയമപരമായിട്ടുള്ള രീതിയുണ്ട്. അത് നിയമപരമായിട്ടുള്ള രീതിയിലൂടെ മാത്രമാണ് ശ്രീമാൻ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം ഈ നാട്ടിൽ നടക്കുന്നുള്ളൂ. അദാനിയും അംബാനിയും നമ്മുടെ നരേന്ദ്രമോദിജിയുടെ അമ്മാമന്റെ മക്കളല്ല. ഇത് നേരത്തെയും ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഈ രാജ്യത്ത് ടാറ്റ ഉണ്ടായിരുന്നു, ബിർള ഉണ്ട്, അദാനി ഉണ്ട്, അംബാനി ഉണ്ട്. ഇവരെല്ലാം തന്നെ കൈക്കൂലി കൊടുത്തുകൊണ്ട് അവർ ഏതെങ്കിലും ഒരു കൽക്കരിപ്പാടം സ്വന്തമാക്കി എന്ന് പറയാൻ പ്രതിപക്ഷത്തിന് പോലും സാധിച്ചിട്ടില്ല. ഒരു എവിഡൻസും മുന്നോട്ട് വെക്കാൻ കേരളത്തിന്റെ പാർലമെന്റിനകത്തോ രാജ്യസഭയ്ക്കകത്തോ ഈ പറയുന്ന പ്രതിപക്ഷ നേതാക്കന്മാരുടെ ഭാഗത്ത് നിന്ന് ഒരാൾക്ക് പോലും സാധിച്ചിട്ടില്ല. ഇപ്പൊ പോലും ഖർഗെ പറയുകയാണ്, കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഖർഗെ പറഞ്ഞിട്ടുള്ളത് എന്താണ് ഇന്ത്യയിൽ നടക്കുന്ന വികസനം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്താ വികസനം നടക്കുന്നത്? 25 കോടിയിൽ പരം വരുന്ന ആളുകൾ ദാരിദ്ര്യരേഖയുടെ മുകളിലെത്തി എന്നുള്ളതാണ്. കോൺഗ്രസ് ഈ രാജ്യത്തിന്റെ ഭരണകൂടത്തിന് നേതൃത്വം കൊടുക്കുന്ന സമയത്ത് ബാങ്ക് എന്താണ് എന്നറിയാത്ത കോടാനുകോടി അമ്മമാരുണ്ടായിരുന്ന നാട്ടിൽ ഇന്ന് സ്ത്രീകളുടെ മടിശീലയിൽ പണമുണ്ടാകണം എന്ന് തീരുമാനിച്ചുകൊണ്ട് ആദരണീയനായിട്ടുള്ള അടൽ ബിഹാരി വാജ്പേയി അധികാരത്തിൽ വന്ന ആ 13 ദിവസവും 13 മാസവും തുടർന്നു വന്ന വർഷങ്ങളും അദ്ദേഹം എടുത്തൊരു തീരുമാനമുണ്ടായിരുന്നു, സ്ത്രീ സ്വയം ശാക്തീകരിക്കപ്പെടണം. അങ്ങനെ സ്ത്രീ ശാക്തീകരണ പ്രക്രിയ കൊണ്ടുവന്നു. അന്ന് കൊണ്ടുവന്ന കുടുംബശ്രീയുടെ പേരിലാണ് ഇന്ന് കേരളത്തിലെ പാവപ്പെട്ട അമ്മമാരുടെ മടിശീലയിൽ പണമുണ്ടായത് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ആ കുടുംബശ്രീയെ മാർക്സിസ്റ്റ് പാർട്ടി മുറ പോലെ അവരുടെ രാഷ്ട്രീയത്തിനെ വളർത്താൻ വേണ്ടി ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ കൂടി അമ്മമാർ സ്വാശ്രയരായിട്ട് മാറി. അന്നാണ് മലപ്പുറത്ത് അടൽ ബിഹാരി വാജ്പേയി അന്നത്തെ മുഖ്യമന്ത്രി നായനാരോട് പറഞ്ഞത്, കേരളം ശാക്തീകരിക്കപ്പെടണം, രാജ്യത്ത് ഞങ്ങൾ കൊണ്ടുവന്ന ഈ പദ്ധതിക്ക് നിങ്ങൾക്ക് താല്പര്യമുള്ള ഒരു പേരിടണം. അന്ന് നായനാരിട്ട പേരാണ് സ്ത്രീ ശാക്തീകരണ പ്രക്രിയയുടെ അദ്ദേഹത്തിന് ഇഷ്ടമുള്ള ഒരു പേരിട്ടു, കുടുംബശ്രീ. ഞാൻ സൂചിപ്പിച്ചത് ഇന്ന് ബാങ്കുകളിലേക്ക് സ്ത്രീകൾ പോകുന്നു, ഇന്ന് രാജ്യം മുന്നോട്ട് പോകുന്നു, ഇന്ന് സ്റ്റാർട്ടപ്പ് പദ്ധതിയും സ്റ്റാൻഡപ്പ് പദ്ധതിയും അതുപോലെ തന്നെ സ്വയം പര്യാപ്ത തൊഴിലവസരങ്ങളും ആളുകൾക്ക് തൊഴിൽ കൊടുക്കുന്ന വലിയ വലിയ പദ്ധതികളും എത്ര കേരളത്തിന് കിട്ടിയിട്ടുണ്ട്. ശ്രീമാൻ നരേന്ദ്രമോദി പ്രഖ്യാപിച്ച പ്രാവർത്തികമാക്കിയിട്ടുള്ള ആ പദ്ധതികളുടെ കണക്ക് കേരളത്തിന്റെ ഗവൺമെന്റിന് ഒന്ന് വിശദീകരിക്കാൻ സാധിക്കുമോ? മുഖ്യമന്ത്രി പിണറായി ഒരു ധവളപത്രം പുറപ്പെടുവിക്കാൻ തയ്യാറുണ്ടോ? അതായത് മൻമോഹൻ സിംഗിന്റെ നേതൃത്വത്തിൽ 1ാം UPA ഗവൺമെന്റും അത് മാർക്സിസ്റ്റ് പാർട്ടി പിന്തുണച്ച ഗവൺമെന്റ് ആയിരുന്നു. 2ാം UPA ഗവൺമെന്റും നമ്മുടെ കേരളത്തിലേക്ക് പദ്ധതികൾക്ക് വേണ്ടി കൊടുത്ത പണം എത്രയാണ്, അതിന്റെ ഒരു ധവളപത്രം അത് ഇവിടെ ജനങ്ങളുടെ മുന്നിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയോടും പ്രതിപക്ഷത്തിന് ആ കണക്ക് എത്രയും പെട്ടെന്ന് കിട്ടും ശ്രീമാൻ വി ഡി സതീശനും തയ്യാറാവുമോ? അതിനെ തുടർന്ന് എല്ലാവരും അധിക്ഷേപിച്ച ആക്ഷേപിച്ച നരേന്ദ്രമോദിയുടെ കാലഘട്ടത്തിൽ കേരളത്തിലുള്ള പദ്ധതികൾക്ക് വേണ്ടിയിട്ട് കിട്ടിയിട്ടുള്ള വിഹിതം അതിന്റെ ഒരു ധവളപത്രം പുറപ്പെടുവിപ്പിക്കാൻ ഇവിടെ മുഖ്യമന്ത്രി തയ്യാറുണ്ടോ? എത്ര രൂപ കിട്ടി, എത്ര രൂപ ചിലവഴിച്ചു? SC വിഭാഗത്തിനും ST വിഭാഗത്തിനും വേണ്ടി കൊടുത്ത പദ്ധതികൾ പോലും വിനിയോഗിക്കാതെ എത്ര ശതമാനം നിങ്ങൾ ലാപ്സ് ആക്കി കളഞ്ഞു? നിങ്ങൾ ഈ കേരളത്തിലെ ബഹുഭൂരിപക്ഷം ജനങ്ങളോടും ചെയ്യുന്ന വലിയ ക്രൂരതയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം 2 ആഴ്ചയായിട്ട് പനിയും ബാധിച്ച് കിടപ്പിലായിരുന്നു. ഞാൻ മെഡിക്കൽ കോളേജിൽ ഒരു ഉദാഹരണം പറയുകയാണ്. ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരം അല്ലെങ്കിൽ കൂടി ഞാൻ ഒരു ഉദാഹരണം പറയുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട മാധ്യമ സഹോദരന്മാരോട് സഹോദരിമാരോട് എനിക്കുള്ള ഒരു അപേക്ഷ, നിങ്ങൾ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള മെഡിക്കൽ കോളേജുകളിൽ നിങ്ങളൊന്ന് നിങ്ങളുടെ ക്യാമറയുമായിട്ട് യാത്ര ചെയ്യണം. ഒരു സ്കാനിങ് മെഷീൻ വടക്കാഞ്ചേരിയിലെ മുളങ്കുന്നത്തുകാവിലെ മെഡിക്കൽ കോളേജിലെ സ്കാനിങ്ങിന് എഴുതി കൊടുത്താൽ 3 മാസത്തിനുള്ളിൽ 60 രോഗികൾ അവിടെ മരിച്ചു. സ്കാനിങ് ചെയ്യാൻ പൈസ ഇല്ലാത്തവൻ, ലാബിൽ പോയിട്ട് സ്വന്തമായിട്ട് പൈസ കൊടുത്ത് അച്ഛനെ ചികിത്സിക്കാൻ ഗതിയില്ലാത്ത മകൾ കേരളത്തിന്റെ മണ്ണിൽ കരയുകയാണ്. ഗർഭിണിയായിട്ടുള്ള സ്ത്രീ പായും തലയിണയും വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് ആ ഹോസ്പിറ്റലിൽ വരാന്തയിൽ അവർ ആ മുറിയിൽ പായ വിരിച്ച് കിടക്കുകയാണ്. ഒരു ഡോക്ടർക്ക് ആനുപാതികമായിട്ട് നേഴ്സുമാരില്ല, നേഴ്സ് ഉണ്ടെങ്കിൽ ഡോക്ടർ ഇല്ല, ഡോക്ടറും നേഴ്സും ഉണ്ടെങ്കിൽ മരുന്നില്ല. 200 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് വീണ്ടും ഒരു കെട്ടിടം കെട്ടിപ്പൊക്കുകയാണ്. എന്നാൽ സ്കാനിങ്ങിന് വേണ്ടി ക്യൂ നിൽക്കുന്ന അമ്മമാര് കരഞ്ഞുകൊണ്ട് വന്ന് പറഞ്ഞു,
നിങ്ങൾക്ക് 2 സ്കാനിംഗ് മെഷീൻ വെക്കാൻ ആരോഗ്യവകുപ്പ് മന്ത്രി വീണയോടൊന്ന് പറയാൻ സാധിക്കുമോ എന്ന് ചോദിക്കുകയാണ്. തിരുവനന്തപുരത്ത് നിങ്ങൾ ഇത് കാണുന്നില്ലേ? മെഡിക്കൽ കോളേജിൽ നിങ്ങൾ ഇത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കാണുന്നില്ലേ? തൃശ്ശൂരിൽ മെഡിക്കൽ കോളേജിൽ ഇത് കാണുന്നില്ലേ? എന്തുകൊണ്ടാണ് കേരളത്തിലെ ആരോഗ്യവകുപ്പിന് വേണ്ടി കൊടുക്കുന്ന കോടിക്കണക്കിന് രൂപ എന്താണ് ഇവിടുത്തെ ഗവൺമെന്റ് ചെയ്യുന്നത്? എന്തുകൊണ്ടാണ് ഇങ്ങനെ ക്രൂരത നിറഞ്ഞ ഒരു നിലവാരമുള്ള ഒരു മുഖ്യമന്ത്രിയെ കാണേണ്ട ഗതികേടുണ്ടായത്? മുഖ്യമന്ത്രിയുടെ കുട്ടി സന്തോഷമായിട്ടിരിക്കുന്നുണ്ടല്ലോ, കുളിക്കാനുള്ള സ്വിമ്മിംഗ് പൂളോ എന്തോ കൊടുക്കട്ടെ, അതെല്ലാം അംഗീകരിക്കാൻ കേരളത്തിലെ ജനങ്ങൾ തയ്യാറാണ്. കാലുകൊണ്ട് നടന്നു കയറാൻ വയ്യ, ലിഫ്റ്റ് വെച്ചോ കുഴപ്പമില്ല, നിങ്ങൾ എവിടെ വേണമെങ്കിലും ദൂർത്തടിക്ക്, പക്ഷേ പാവപ്പെട്ടവന് കൂടി കൊടുക്കണ്ടേ? അവർക്ക് അവകാശപ്പെട്ടത് ഏത് മേഖലയിലാണ് നിങ്ങൾ കൊടുക്കുന്നത്? കേരളത്തിൽ നിങ്ങളുടെ രക്തത്തിന് വേണ്ടിയല്ല കേരളത്തിലെ ജനങ്ങൾ ദാഹിക്കുന്നത്. നിങ്ങളുടെ അനീതിക്കെതിരെ, നിങ്ങളുടെ നിഷ്ക്രിയത്വത്തിനെതിരെ, നിങ്ങളുടെ ലജ്ജയില്ലാത്ത പെരുമാറ്റത്തിനെതിരെ നട്ടലുള്ള പ്രതികരണശേഷിയുള്ള ഒരു മാർക്സിസ്റ്റ് പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ മെമ്പർ പോലും ഇന്ത്യയിലില്ല എന്നുള്ളത് കൊണ്ടാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ദാർഢ്യത്തോടു കൂടിയിട്ട് കേരളത്തിലെ പാവങ്ങളുടെ നെഞ്ചിൽ കുതിര കയറിക്കൊണ്ട് ഈ കേരളത്തിൽ മുന്നോട്ട് പോകുന്നത്. ഒന്നുമില്ലാത്തവരാണ് പാവങ്ങൾ, അവർക്ക് ജീവിക്കണ്ടേ? അവരുടെ കുടുംബക്കാർക്കും ഭാര്യയ്ക്കും മകൾക്കും മരുമകനും ബന്ധുക്കൾക്കും പിന്നെ ആർക്കും പരാതിയില്ല കേട്ടോ. കാരണം ഡോക്ടറേറ്റ് ചോദിച്ചാൽ ചിന്ത ചോദിച്ചാൽ ചിന്തയ്ക്ക് ഡോക്ടറേറ്റ് കൊടുക്കും, ഷാജുഖാൻ ചോദിച്ചാൽ ഷാജുഖാന് ഡോക്ടറേറ്റ് കൊടുക്കും, കെമിസ്ട്രി പഠിക്കാത്ത ആലത്തൂരിലെ MP ഡോക്ടറേറ്റ് ചോദിച്ചാൽ ആലത്തൂർ MP ഡോക്ടറേറ്റ് കൊടുക്കും, പിന്നെ MP രാജേഷിന്റെ ഭാര്യയ്ക്ക് ഉന്നതമായിട്ടുള്ള സർവകലാശാലയിൽ ജോലി കൊടുക്കും, മറ്റേ രാകേഷ് കണ്ണൂരിലെ രാകേഷിന്റെ ഭാര്യയ്ക്കും കൊടുക്കും, പിന്നെ ഏതെല്ലാം മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരുടെ കുടുംബക്കാർക്ക് വേണമെങ്കിലും ജോലി കിട്ടും. എന്നാൽ തിരുവനന്തപുരത്ത് എന്റെയും നിങ്ങളുടെയും സഹോദരിമാർ മുട്ടിലെഴയേണ്ടി വരും. അവർ PSCക്ക് പരീക്ഷ എഴുതും, അവരെ റാങ്ക് വാങ്ങും, അവർ അർദ്ധരാത്രി 12 മണി വരെ പഠിച്ച് സർട്ടിഫിക്കറ്റുമായിട്ട് കാത്തിരിക്കും. ഒരാൾക്ക് പോലും പണമില്ലാത്ത, ഒരാൾക്ക് പോലും ജോലി കൊടുക്കാത്ത ഒരു ഗവൺമെന്റ് ആയിട്ട് ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രി മാറിയിരിക്കുകയാണ്. ആശാ വർക്കേഴ്സിനോട് പറയുന്നത് നിങ്ങൾ അവിടെ നിന്ന് എണീറ്റ് പോകണമെന്നാണ്, ഇത് കേന്ദ്രമാണ് ചെയ്യേണ്ടത് എന്നാണ്. എന്നാൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി വാ തുറന്നൊന്നും മൊഴിയുന്നുണ്ടോ? ശ്രീമാൻ നരേന്ദ്രമോദിയെ കണ്ടല്ലോ, പലതവണ കണ്ടില്ലേ? ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ കാണാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി പലതവണ പോയിട്ട് എന്തേ പൊന്നു തമ്പുരാനെ ഒന്ന് പറഞ്ഞുകൂടെ? ശ്രീമാൻ നരേന്ദ്രമോദി, ആരോഗ്യ മേഖലയ്ക്ക് വേണ്ടി നിങ്ങൾ ഇത്ര കോടിയല്ലേ തന്നിട്ടുള്ളൂ, ഞാൻ ഇത്ര കോടി ചെലവഴിച്ചില്ലേ, ഇനി ബാക്കി തരാനില്ലേ? ഇത് ചോദിക്കുന്നത് എവിടെയെങ്കിലും നമ്മൾ കേട്ടിട്ടുണ്ടോ? ഒരു പരാതിയുമില്ല, ഒരു പരിദേവനവുമില്ല. കേന്ദ്രം കൊടുക്കുന്നത് മുഴുവൻ സംതൃപ്തനായിട്ട് ഡൽഹിയിൽ നിന്ന് തിരിച്ചു വരികയും മാധ്യമ പ്രവർത്തകരുടെ മുന്നിൽ വളരെ സന്തോഷത്തോടു കൂടി ഇങ്ങനെയുള്ള സ്റ്റേറ്റ്മെന്റുകൾ ഇറക്കുകയും അദ്ദേഹത്തിന് വേദനിക്കുമ്പോൾ ചാമരം വീശാനായിട്ട് നമ്മുടെ VD സതീശേട്ടൻ ഉള്ളത് കൊണ്ട് ഈ ഗവൺമെന്റും പ്രതിപക്ഷവും ഇങ്ങനെ ചക്കിയും ചങ്കരനും കളിച്ചുകൊണ്ട് മുന്നോട്ട് പോകും, അതിന് വെച്ചു പൊറുപ്പിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ കരിമണൽ കർത്തയുടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതറ്റം വരെയും മുന്നോട്ട് പോകാൻ ഭാരതീയ ജനതാ പാർട്ടി നടപടികൾ എടുക്കും എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരുമിച്ച് കണ്ടത്. ഇതിനെക്കുറിച്ച് എത്രയോ സമയം മാധ്യമ സുഹൃത്തുക്കൾ ചോദ്യം ചോദിക്കുകയും ഉത്തരം പറയുകയും ചെയ്ത ഒരു കാര്യമാണ്. കേരളത്തിൽ നീണ്ടു നിവർന്നു കിടക്കുന്ന റോഡുകളിൽ എങ്ങനെയാണ് 70 കോടിക്ക് വെക്കേണ്ട ക്യാമറ 380 കോടിക്ക് വെച്ചത് എന്നതുപോലെ തന്നെയാണ് കരിമണൽ കർത്തയ്ക്ക് രാജ്യത്തിന്റെ മേജർ മൈനിങ് കൊടുക്കാൻ പാടില്ല എന്നുള്ള നിയമം നിലനിൽക്കെ കരിമണൽ കർത്തയ്ക്ക് ഒരു കല്യാണം കഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു KSIDCയെ ഉണ്ടാക്കി. അതാണ് ആദ്യം ഈ മുഖ്യമന്ത്രി ചെയ്തു കൊടുത്ത വലിയ സഹായം. അപ്പൊ KSIDCയെ കൊണ്ട് വിവാഹം കഴിപ്പിച്ച് മണവാളൻ ആവശ്യമായിട്ടുള്ള സംവിധാനങ്ങളും സജ്ജീകരണങ്ങളും ഒക്കെ ഒരുക്കി കൊടുത്ത് ഇത് കേരള ഗവൺമെന്റിന് വേണ്ടിയിട്ടാണ് കരിമണൽ കർത്ത ഈ മണലൂറ്റിയെടുക്കുന്നത് എന്ന് വരുത്തി തീർത്തുകൊണ്ട് സമരത്തിന് പോയവരെ എങ്ങനെയാണ് കൈകാര്യം ചെയ്തത് എന്നുള്ളതും എങ്ങനെയാണ് അഴിമതി നടത്തുന്നത് എന്നുള്ളതും എന്നേക്കാൾ കൂടുതൽ 100% പെർഫെക്റ്റ് ആയിട്ട് അറിയുന്നവരാണ് എന്റെ മുന്നിൽ ഇരുന്നുകൊണ്ട് ഈ ചോദ്യം ചോദിക്കുന്നത്. ഇത് തെളിയിക്കാനായി ഇത് അത് ഇപ്പൊ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയല്ലേ. അപ്പൊ അതിനാവശ്യമായിട്ടുള്ള ഉപോത്ബലകമായിട്ടുള്ള രേഖകൾ കോടതിയുടെ മുൻപാകെ വരെ വെക്കാൻ സാധിക്കുന്ന കൃത്യതയായിട്ടുള്ള രേഖകളുമായിട്ട് തന്നെയാണ് ഭാരതീയ ജനതാ പാർട്ടി മുന്നോട്ട് പോകുന്നത്. അത് വഴിയെ നമുക്കെല്ലാവർക്കും അതിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. എത്ര മൂടി വെച്ചാലും വീണ വിജയനെ രക്ഷിക്കാൻ സാധിക്കില്ല. പക്ഷെ ഒരൊറ്റ ദിവസം ഈ കസേരയിൽ നിന്ന് എന്റെ മകൾ തെറ്റുകാരിയല്ല എന്ന് തെളിയിക്കപ്പെടുന്നത് വരെ ഞാൻ ഈ മുഖ്യമന്ത്രി പദവിയിൽ ഇരിക്കില്ല എന്ന് പഴയകാല കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരെ പോലെ ഒരു തീരുമാനമെടുക്കാനുള്ള ആർജവം പിണറായി വിജയൻ കാണിക്കുകയാണെങ്കിൽ ഒറ്റ ആഴ്ചയ്ക്കുള്ളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും
കത്തിച്ചു കളഞ്ഞ ഫയലുകൾ എവിടെയൊക്കെയാണ്? അത് തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് 2004 മുതൽ ഞാനതാണ് പറഞ്ഞത്. ഇവർ രണ്ടാളും ജീവിച്ചിരിക്കുന്നുണ്ടല്ലോ. ശ്രീമാൻ ടി ബാലകൃഷ്ണൻ ജീവിച്ചിരിക്കുന്നുണ്ട്, മത്തായി സാർ ജീവിച്ചിരിക്കുന്നുണ്ട്. 2004 മുതലുള്ള ഫയലുകൾ കോടതി മുറിയിലേക്ക് വിളിപ്പിച്ച് എടുക്കേണ്ട ഒരു സാഹചര്യം കേരളത്തിൽ ഉണ്ടാകും. അപ്പൊ ഇതിന്റെ കഥ ചുരുളഴിയുന്നത് പോലെ മാധ്യമ സുഹൃത്തുക്കളുടെ മുന്നിൽ വരും. സ്ത്രീകളുടെ ശാക്തീകരണമൊക്കെ നടപ്പിലാക്കുന്നുണ്ട് നരേന്ദ്രമോദി സർക്കാർ. പക്ഷേ ഏറ്റവും അടിസ്ഥാനപരമായ ആവശ്യം ഗ്യാസ് ഉൾപ്പെടെയുള്ള അവശ്യവസ്തുക്കളാണ്. അതിന്റെ വില ഇങ്ങനെ അനിയന്ത്രിതമായി ഇങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കും. ഏറ്റവും അവസാനം പോലും അത് വർദ്ധിച്ചു. എന്താണ്? അതായത് സ്ത്രീകൾക്ക് ഒരിക്കൽ പോലും അടുക്കളയിൽ ഗ്യാസ് സ്വപ്നത്തിൽ പോലും കാണാൻ സാധിക്കാത്ത കോടിക്കണക്കിന് വരുന്ന സ്ത്രീകൾക്ക്, അമ്മമാർക്ക് സൗജന്യമായിട്ട് ഗ്യാസ് കൊടുക്കുകയും ഉജ്ജ്വല യോജന പദ്ധതിയിൽ വിജയിക്കുകയും ചെയ്തിട്ടുള്ള ഒരു ഗവൺമെന്റാണ് നരേന്ദ്രമോദി ഗവൺമെന്റ്. എല്ലാവരും ആഗ്രഹിക്കുന്നത് ഇനിയും കൂടുതൽ ആളുകൾക്ക് സൗജന്യമായിട്ട് ഗ്യാസ് കൊടുക്കണമെന്നും നമുക്ക് പാവപ്പെട്ടവർക്ക് ഏറ്റവും ഉന്നതമായ രീതിയിൽ തന്നെ അവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരണം എന്നുള്ളതാണ്. അത് കൃത്യതയോടുകൂടി തന്നെ ഗവൺമെന്റ് ചെയ്യും എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. വലിയ രീതിയിലുള്ള പ്രതിബദ്ധത ഈ സമൂഹത്തിലെ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത് കൊണ്ട് 5 ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി എല്ലാ പാവങ്ങളുടെ വീടുകളിലേക്കും എത്തിക്കാൻ പരിശ്രമിക്കുമ്പോൾ എന്നെ പോലെയുള്ള ഇടനിലക്കാരായിട്ടുള്ള ഇടത്തരം കുടുംബത്തിൽപ്പെട്ട കഞ്ഞി കുടിക്കാൻ ഗതി വന്നിട്ടുള്ളവർ നമ്മുടെ നാട്ടിൽ പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് ചില രീതിയിലുള്ള ഇപ്പോ വില വർദ്ധിച്ചു, 50 രൂപ വർദ്ധിക്കുമ്പോൾ ഞാൻ ഉൾപ്പെടെയുള്ള അമ്മമാർ, പാവപ്പെട്ട അമ്മമാർക്ക് വേണ്ടി സഹിക്കുകയാണ്, ഗവൺമെന്റിനോട് ചേർന്ന് നിൽക്കുകയാണ്. എന്താണെങ്കിലും നരേന്ദ്രമോദി ഗവൺമെന്റ് 1 രൂപ പോലും അഴിമതി നടത്തുന്നില്ല എന്നുള്ളത് രാജ്യത്തെ മുഴുവൻ ജനങ്ങൾക്കും ബോധ്യമായ സാഹചര്യത്തിൽ ഈ പണം കിട്ടുന്നത് പാവങ്ങൾക്ക് തന്നെയാണ്. എന്നാലും ഞാൻ ഉൾപ്പെടെയുള്ളവർ ആഗ്രഹിക്കുന്നത് ഇനിയും വില കുറയ്ക്കാൻ സാധിക്കും, വലിയ മൂവ്മെന്റ് ഉണ്ടാക്കാൻ സാധിക്കും. അതിന് നമ്മുടെ രാജ്യത്തെ യുവാക്കൾ, യുവതികൾ അതിനനുസരിച്ചുള്ള മുന്നേറ്റത്തിലൂടെ തന്നെയാണ് നമ്മുടെ രാജ്യം മുന്നോട്ട് പോകുന്നത്. ഇന്ന് ലോകത്തെ മോർഗൻ സ്റ്റാൻലി പോലുള്ള സാമ്പത്തിക ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ പോലും പറയുന്നത് ഏറ്റവും കൂടുതൽ യുവാക്കളും യുവതികളുമുള്ള നമ്മുടെ ഭാരതത്തിന് ലോകരാജ്യങ്ങളുടെ സാമ്പത്തിക മേഖലയുടെ പട്ടികയിലേക്ക് ഇതേ സ്പീഡിൽ കടന്നു കയറാൻ സാധിക്കുമ്പോൾ 5 വർഷത്തിനുള്ളിൽ ഉണ്ടാകാൻ പോകുന്നത് ക്രമാനുഗതമായിട്ടുള്ള വളർച്ച തന്നെയാണ്. ആ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് ചില ത്യാഗങ്ങൾ എന്നെ പോലെയുള്ള അമ്മമാർ 50 രൂപ അധികം കൊടുത്ത് ഗ്യാസ് വാങ്ങുമ്പോൾ അവർ ആ 50 രൂപ കൊടുക്കുമ്പോഴും അവർ സന്തോഷിക്കുന്നത് എന്താണെന്ന് അറിയുമോ? 5 ലക്ഷം രൂപ ഒന്നും ഗതിയില്ലാത്തവന് ആരോഗ്യ മേഖലയ്ക്ക് വേണ്ടിയിട്ട് സൗജന്യമായിട്ട് കിട്ടുന്ന പദ്ധതി ഉണ്ടല്ലോ, അത് കയ്യിൽ കിട്ടുകയല്ലേ. കേരളം അത് നടപ്പിലാക്കുന്നില്ല കേട്ടോ. എല്ലാ ആശുപത്രികളിലും കേരള ഗവൺമെന്റ് ഈ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുടെ കാർഡുകൾ കൊടുക്കാൻ പോലും തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി അത് നരേന്ദ്രമോദി പറഞ്ഞോട്ടെ, ഞങ്ങൾക്കത് കൊടുക്കാൻ സംവിധാനമില്ല, സൗകര്യമില്ല എന്ന് പറയുന്ന 100 കണക്കിന് വരുന്ന സ്വകാര്യ ആശുപത്രികൾ കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോ തീർച്ചയായിട്ടും നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് വലിയൊരു മൂവ്മെന്റ് ലോകം പോലും പറയുകയാണ്. ഇന്ത്യ കുതിക്കുകയാണ്, മുന്നേറുകയാണ് എല്ലാ മേഖലകളിലും. പക്ഷെ കേരളത്തിൽ നമുക്ക് മത്സ്യപ്രവർത്തകരുണ്ട്, ഏറ്റവും കൂടുതൽ കടലോരമുണ്ട്. നമുക്കൊരു വകുപ്പ് മന്ത്രിയെ മിസ്റ്റർ ജോർജ് കുര്യനെ തന്നിട്ടുണ്ട്. കടലോരത്തിന് വേണ്ടിയിട്ടുള്ള വികസന പദ്ധതികൾ ചർച്ച ചെയ്യാൻ കേരളത്തിലൊരു കടലോരത്തെ സ്നേഹിക്കുന്ന ഒരു മന്ത്രിയില്ല, അവർക്ക് ആവശ്യമില്ല. മിൽമയുടെ വിപണനത്തിന്റെ സാധ്യതകളെ കുറിച്ച് ചർച്ച ചെയ്യാൻ ഒരാളില്ല. ടൂറിസത്തിന് വേണ്ടി സുരേഷ് ഗോപിയെ തന്നിട്ടുണ്ട്. ഇത്ര മാസമായിട്ടും ഈ കേരളത്തിന്റെ ടൂറിസം മേഖലയെ വികസിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു ക്രിയാത്മകമായിട്ടുള്ള ചർച്ച നടത്താൻ നമ്മുടെ ടൂറിസം വകുപ്പ് മന്ത്രി റിയാസ് കേന്ദ്രമന്ത്രിയുമായിട്ടൊന്നും കണ്ടിട്ടില്ല. അപ്പോ കേന്ദ്രം നമുക്ക് നൽകിയിട്ടുള്ള 2 മന്ത്രിമാരെ പോലും ഉപയോഗപ്പെടുത്താൻ, അവർക്ക് ചില പ്രൊജക്ടുകൾ കൊടുക്കാൻ, ആ പ്രൊജക്ടുകളിലൂടെ കോടികൾ വാങ്ങിയെടുത്തുകൊണ്ട് നമ്മുടെ കടലോരത്തിന് വേണ്ടിയിട്ടും നമ്മുടെ മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടിയിട്ടും നമ്മുടെ പശു വളർത്തൽ നടത്തുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടും ഒക്കെ ഇത് ചെയ്തു കൊടുത്താൽ ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം നൽകുന്ന NDAയുടെ വകുപ്പ് മന്ത്രിമാർക്ക് പേര് കിട്ടുമോ എന്ന് കരുതിക്കൊണ്ട് ഇവിടുത്തെ പാവങ്ങളോട് വഞ്ചനാപരമായിട്ടുള്ള സമീപനം എടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഈ വകുപ്പ് മന്ത്രിമാർ അവരുടെ മുഷ്കൊന്ന് താഴെ വെച്ചാൽ കേരളം ഇനിയും മുന്നോട്ട് പോകും. നമുക്ക് ധാരാളം ഉന്നതി ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഞങ്ങൾ എല്ലാ ജില്ലകളിലും ജനങ്ങൾക്കിടയിലേക്ക് അവരുടെ മനസ്സറിയാൻ, അവരുടെ വേദനകൾ പങ്കുവെക്കാൻ, അവരുടെ പരാതികൾ വാങ്ങാൻ ഞങ്ങൾ അതിനനുസൃതമായിട്ടുള്ള കൃത്യതയായിട്ടുള്ള പ്രവർത്തനങ്ങളുമായിട്ട് തന്നെയാണ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഞങ്ങൾ ഒരു 20% എത്തിയല്ലോ ഭാരതീയ ജനതാ പാർട്ടി. ആ പാർട്ടിയെ കുറിച്ചാണല്ലോ എല്ലാ മാർക്സിസ്റ്റ് പാർട്ടിയുടെ കേന്ദ്രങ്ങളിലും ചർച്ച. ഭാരതീയ ജനതാ പാർട്ടി വളരുന്നു, സൂക്ഷിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് പല ജില്ലകളിലും പല പ്രദേശങ്ങളിലും. അപ്പോ ആശാപ്രവർത്തകരോട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളുടെ MLA ഇല്ല കേരള നിയമസഭയ്ക്കകത്ത്. ഇവിടുത്തെ അംഗൻവാടി വർക്കേഴ്സിനോട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ കേരളത്തിന്റെ നിയമസഭയ്ക്കകത്തില്ല. കഴിവും പ്രാപ്തിയും ഇല്ലാത്തത് കൊണ്ടല്ല,
BJPയുടെ കഴിവും പ്രാപ്തിയുമുള്ള ആളുകൾ തെരഞ്ഞെടുപ്പിൽ നിൽക്കുന്ന സമയത്ത് തോൽപ്പിക്കാൻ വേണ്ടി ഇടതുപക്ഷവും വലതുപക്ഷവും ഒരുമിച്ച് കൈകോർത്ത് പിടിച്ചുകൊണ്ട് കഴിഞ്ഞ 10 വർഷമായി 7 പേരെ കേരളത്തിൽ പരാജയപ്പെടുത്തിയാണ്. ഞാൻ ഉൾപ്പെടെ എനിക്ക് കഴിവുണ്ട് എന്നല്ല ഞാൻ പറഞ്ഞത്, പക്ഷേ എന്റെ കൊളീഗ്സ് എങ്കിലും, ഞാൻ പോട്ടെ, എന്റെ കൂട്ടുകാരെങ്കിലും 6 പേർ കേരള നിയമസഭയ്ക്കകത്ത് ഉണ്ടായിരുന്നുവെങ്കിൽ ഈ പ്രമാണിമാരെയൊക്കെ മൂക്കുകൊണ്ട് ചാവരപ്പിക്കാൻ സാധിക്കുമായിരുന്നു. അപ്പോ കേരളത്തിലെ ജനം തീരുമാനിക്കും. 20% വോട്ടുള്ള ഭാരതീയ ജനതാ പാർട്ടിക്ക് വരാൻ പോകുന്ന നാളുകളിൽ MLA മാരെ സൃഷ്ടിക്കാൻ ഇവിടുത്തെ ജനം ഞങ്ങൾക്ക് കൈതരും. ഞങ്ങൾ ഒരു നല്ല ഭരണകൂടത്തെ കേരളത്തിൽ ഞങ്ങൾ ക്രിയേറ്റ് ചെയ്യും. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ആശാ വർക്കേഴ്സ് എന്ന് പറയുന്നത് 2 മണിക്കൂറും 3 മണിക്കൂറും ചെയ്യുന്ന അവരുടെ ജോലിക്ക് അനുസൃതമായിട്ടുള്ള ഫണ്ടാണ് അവർക്ക് കൊടുക്കുന്നത്. കേരളത്തിലെ ആശാ വർക്കർമാരുടെ സ്ഥിതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപയോഗപ്പെടുത്താത്തതുകൊണ്ടല്ല, അവിടെ അതിന് വേറെ സംവിധാനമുണ്ട്. അതായത് അവിടെ ആവശ്യത്തിന് ആശുപത്രികളിൽ നേഴ്സുണ്ട്, ഡോക്ടറുണ്ട്. ഉത്തർപ്രദേശിൽ നോക്കൂ, എത്രയാ ജനസംഖ്യ? അവിടെ ആശാ വർക്കർമാരെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കേരള ഗവൺമെന്റ് കുറച്ച് ആളുകളെ കൂടുതൽ വർദ്ധിപ്പിക്കാനുള്ള കാരണം എന്താണ്? ആശാ വർക്കർമാരിലൂടെ അവരെ കൊണ്ട് എല്ലാ പ്രവർത്തനങ്ങളും കേരള ഗവൺമെന്റ് എടുപ്പിച്ചു. ആ കേരള ഗവൺമെന്റ് എടുപ്പിക്കുന്ന 12 മണിക്കൂറും 14 മണിക്കൂറും ഉറങ്ങുന്ന സമയത്ത് പോലും ഒരു രോഗിക്ക് ആശ്രയമായിട്ട് കേരളത്തിലെ ആശാ വർക്കർമാര് പണിയെടുക്കുമ്പോൾ അവരെ നോക്കാനുള്ള ഗഡ്സ് ഇല്ലാത്ത, വെയില് ശരീരത്തിൽ ഇന്ന് വരെ കൊണ്ടിട്ടില്ലാത്ത, കാലിനടിയിൽ മണൽ പറ്റിയിട്ടില്ലാത്ത ഒരാൾ ആരോഗ്യ വകുപ്പ് മന്ത്രിയായിരിക്കുന്നത് കൊണ്ട് ഇവരെ ആവശ്യമായിട്ട് സംരക്ഷിക്കാനും നോക്കാനും സാധിക്കാത്തതുകൊണ്ടാണ്. വേറെ ഏത് സംസ്ഥാനത്താണ് ഇത്തരത്തിൽ ആളുകൾ റോഡിൽ ഇറങ്ങുന്നത്? അല്ല, CIT നോക്കൂ, അല്ലല്ല, ഒരാളും കാണാതെ പോകുന്നില്ല. ഈ മുഖ്യമന്ത്രിയെ പോലെ ഒരു മുഖ്യമന്ത്രിമാരുടെ സമ്മേളനം വിളിച്ചു ചേർത്തുകൊണ്ട് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ചോദിച്ച ചോദ്യത്തിന് എല്ലാ മുഖ്യമന്ത്രിമാരും കൊടുത്തിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്, ഞങ്ങൾ ഇവരുടെ ശമ്പളത്തെ വർദ്ധിപ്പിക്കാനും ഓണറേറിയം കൊടുക്കാനും ഞങ്ങളുടെ സംസ്ഥാന തലത്തിൽ തീരുമാനമെടുത്തിട്ടുണ്ട് എന്ന് കർണാടകയ്ക്ക് അറിയിക്കാൻ സാധിച്ചു, ആന്ധ്രയ്ക്ക് സാധിച്ചു, നമ്മുടെ തൊട്ടടുത്ത് കിടക്കുന്ന തമിഴ്നാടിന് സാധിച്ചു, അതുപോലെ തന്നെ അകലെ കിടക്കുന്ന ബംഗാളിന്, പശ്ചിമ ബംഗാളിന് സാധിച്ചു. കേരളത്തിന് മാത്രം എന്താ സാധിക്കാത്തത്? അല്ല, അത് മതിയോ? കൊണ്ടുവന്ന ഇൻസെന്റീവിൽ നിന്ന് ഒരു പൈസ പോലും ഇതുവരെ വർദ്ധിപ്പിച്ചിട്ടില്ല. അപ്പോൾ കേരള സർക്കാർ കഴിഞ്ഞ 7000 രൂപയിലേക്ക് എത്തിച്ചു. മറ്റേത് സംസ്ഥാനങ്ങൾ വർദ്ധിപ്പിച്ചു? ഒരു സംസ്ഥാനങ്ങൾ വർദ്ധിപ്പിച്ചില്ല. അപ്പൊ ഏറ്റവും കൂടുതൽ ആശാവർക്കർമാരെ കെയർ ചെയ്തത് കേരളമാകുമ്പോൾ എന്തുകൊണ്ടാണ് ഇത് രാഷ്ട്രീയ ആരോപണമായിട്ട്? അല്ല, ഇത് രാഷ്ട്രീയ ആരോപണമല്ല. കേരളത്തിന്റെ ആരോഗ്യ വകുപ്പിന്റെ കീഴിൽ ജോലി ചെയ്യുന്ന ആശാ വർക്കർമാർക്കുള്ളതിനേക്കാൾ 10 ഇരട്ടിയും 20 ഇരട്ടിയും കെയർ കൊടുക്കുന്ന ആരോഗ്യ വകുപ്പ് മന്ത്രിമാരുണ്ട്. അവരാരും തന്നെ അഹങ്കാരികളല്ല. അവിടെ സമരം നടക്കുന്നുണ്ടെങ്കിൽ സമരം നടന്ന സ്ഥലങ്ങളിൽ യൂണിയൻ നേതാക്കളുമായി ചർച്ച ചെയ്യാൻ റോഡിൽ ഉത്തർപ്രദേശിന്റെ മുഖ്യമന്ത്രി ആളുകളുടെ പരാതി വാങ്ങാൻ വരുന്നത് നടന്നിട്ടാണ്. റോഡിലൂടെ നടന്നു വന്ന് അമ്മമാർക്കിടയിൽ വന്നുകൊണ്ട് അവരുടെ കയ്യിൽ നിന്ന് പരാതി വാങ്ങുകയാണ്. ഈ ഉത്തർപ്രദേശിനെയല്ലേ മാതൃകയാക്കാൻ വേണ്ടി പിണറായി വിജയൻ പറഞ്ഞത്? ഉത്തർപ്രദേശിനെ നോക്കൂ എന്നല്ലേ പറഞ്ഞത്? അവിടെ എത്ര മെഡിക്കൽ കോളേജുകൾ വർദ്ധിച്ചു? UP യിൽ യോഗി ആദിത്യനാഥ് വന്നതിന്റെ മുൻപുള്ള കണക്കും അദ്ദേഹം വന്ന അവിടെ അപകടം ഉണ്ടായിട്ടുണ്ട്, ഇല്ലെന്ന് ആരും പറഞ്ഞില്ല. നോക്കൂ, അല്ല ഞാൻ പറയട്ടെ, ഞാൻ പറയട്ടെ, അതുകൊണ്ട് കണക്കുണ്ട്. ഞാൻ ചോദിച്ചൊരു ചോദ്യം, സുഹൃത്തെ, അങ്ങ് അക്കാഡമിക്കൽ ഇൻട്രസ്റ്റ് ആണല്ലോ ചോദ്യം ചോദിച്ചത്. ഉത്തർപ്രദേശിൽ യോഗി ആദിത്യനാഥ് വരുന്നതിന് മുമ്പിലുള്ള മെഡിക്കൽ കോളേജുകളുടെ എണ്ണം എത്രയാണ്? ഇപ്പൊ എത്ര മെഡിക്കൽ കോളേജുകളുണ്ട്? അറിയില്ലല്ലോ. അപ്പൊ ദയവ് ചെയ്ത് അറിയാത്ത കാര്യങ്ങളെ കുറിച്ചുള്ള ചോദ്യങ്ങൾ ചോദിച്ച്, അപ്പൊ നിങ്ങളുടെ ഉദ്ദേശം എന്താണ്? അല്ല സഹോദര, നിങ്ങളുടെ ഉദ്ദേശം എന്താണ്? നിങ്ങളുടെ ഉദ്ദേശം എന്ന് പറയുന്നത് കേരള അല്ല, ഇത് കണക്കുകളില്ലല്ലോ, താങ്കളുടെ കയ്യിൽ കണക്കില്ലല്ലോ. ഉത്തർപ്രദേശിൽ ഞാൻ പറയുന്നു, ഉത്തർപ്രദേശിൽ യോഗി ആദിത്യനാഥ് വരുന്നതിന് മുൻപുള്ള മെഡിക്കൽ കോളേജുകൾ എത്രയാണ്? മറ്റൊരു BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ എല്ലാം എടുത്തോളൂ. കേരളം ഏറ്റവും താഴെ കിടക്കുന്നു 10%. അപ്പൊ ഈ കറപ്ഷനെ പറ്റി രാഷ്ട്രീയ ആരോപണം ഉപയോഗിക്കാന്നല്ലാതെ നിങ്ങൾക്ക് ഇപ്പൊ നമ്മൾ സംസാരിക്കുന്നത് അപ്പൊ ഈ അല്ലല്ല, ഒറ്റ ചോദിച്ച ചോദ്യത്തിന് ആണ് നമ്മളിപ്പോ ആൻസർ പറയുന്നത്. താങ്കളോട് ഞാൻ ചോദിച്ചത് ഉത്തർപ്രദേശിൽ യോഗി അടുത്ത ഡിബേറ്റ്, അടുത്ത പത്രസമ്മേളനത്തിന് ഞാൻ വരുമ്പോൾ ഞാൻ കണക്ക് കൊണ്ടുവരും. കാരണം
ഉത്തർപ്രദേശിൽ യോഗി ആദിത്യനാഥ് വരുന്നതിന് മുൻപുള്ള ആരോഗ്യ മേഖലയിലെ ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെ എണ്ണം 6 ഇരട്ടിയിലധികമായിട്ടുണ്ട് എന്ന് ഞാൻ മാധ്യമ സുഹൃത്തുക്കളുടെ മുന്നിൽ പറയുന്നു. താങ്കൾക്ക് അറിയില്ല എന്ന് താങ്കൾ പറഞ്ഞു. അപ്പൊ അത് തർക്കത്തിന്റെ വിഷയമല്ല. താങ്കളുടെ കയ്യിൽ കണക്കില്ലാത്തതുകൊണ്ട് അതിന്റെ ഉത്തരത്തിലേക്ക് എനിക്ക് കടക്കാൻ കാര്യമില്ല. ഞാൻ ചോദിക്കുന്ന ചോദ്യം, ഇവിടെ 25,000 രൂപ ശമ്പളം കൊടുക്കാൻ ആശാ വർക്കേഴ്സിനെ 12 മണിക്കൂറും 14 മണിക്കൂറും ജോലി ചെയ്യിപ്പിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ശമ്പളം കൊടുക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ ആരോഗ്യ വകുപ്പ് മന്ത്രി വീണയെ ആ സ്ഥാനത്ത് നിന്ന് നീക്കണം. കഴിവും പ്രാപ്തിയുമുള്ള ഒരു ആരോഗ്യ വകുപ്പ് മന്ത്രിയെ അവിടെ ഫിക്സ് ചെയ്യണം. ഉഗാണ്ടയിലെ ചർച്ച നടത്താൻ വേണ്ടിയിട്ടല്ല ഡൽഹിയിൽ വീണ പോകേണ്ടത് ആശാ വർക്കേഴ്സിന് ഞങ്ങൾക്ക് ശമ്പളം കൊടുക്കാൻ സാധിക്കുന്നില്ല, ഞങ്ങൾക്ക് ഇത്ര കോടി അതിന് നിങ്ങൾ തരണം, ഞങ്ങൾ ഇത്ര കോടി അവർക്ക് ശമ്പളം കൊടുക്കാൻ തയ്യാറാണ്. ശമ്പളം കൊടുത്തിട്ട് മാധ്യമ സുഹൃത്തുക്കളുടെ മുന്നിൽ കണക്ക് വെച്ചിട്ട് എത്ര പണം നിങ്ങൾക്ക് ബാധ്യതയുണ്ടെങ്കിൽ തരാമെന്ന് കേന്ദ്രത്തിന്റെ ആരോഗ്യ വകുപ്പ് മന്ത്രി നദ്ദാജി പറഞ്ഞിട്ടും എന്താണ് തീരുമാനമെടുക്കാത്തത്? ഇതല്ലേ മാധ്യമ സുഹൃത്തുക്കൾ ചർച്ച ചെയ്യേണ്ടത്? ഏത് പേപ്പർ വെച്ചു? അസംബ്ലിയിൽ വെച്ച് ശമ്പളം കൊടുത്തോ? നോക്കൂ, ഞാൻ പറയാം. 7,000 അത് മതിയോ? സംസ്ഥാന സർക്കാർ കൊടുക്കുന്നത് ഈ വിഷയം പാർലമെന്റിൽ ചർച്ചയ്ക്ക് വന്നപ്പോൾ ഈ ഇൻസെന്റീവ് വർദ്ധിപ്പിക്കാൻ ഇപ്പോൾ അവരുടെ തീരുമാനത്തിലേക്ക് കേന്ദ്ര സർക്കാർ പോകുന്നില്ല എന്ന് പറഞ്ഞു. അതിനു മുമ്പ് സുരേഷ് ഗോപി എന്ന കേന്ദ്രമന്ത്രി ജെ.പി. നദ്ദയുമായി ചർച്ച നടത്തി. അപ്പോഴും ഇക്കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല. വീണ്ടും വീണാഗിരി ചർച്ച നടത്തി. വർദ്ധിപ്പിക്കുന്ന ആലോചിക്കാമെന്ന് പറയുന്നതല്ലാതെ വർദ്ധിപ്പിക്കുന്നില്ല. എന്റെ ചോദ്യത്തിന് ഉത്തരമില്ലല്ലോ. നിങ്ങൾ 100 ചോദ്യം ചോദിക്കുകയും ഞാൻ 200 ഉത്തരം പറയുന്നത് പോലെ തന്നെ നിങ്ങൾക്കൊരു പ്രതിബദ്ധത ആശാപ്രവർത്തകരോട് വേണം. എന്റെ ചോദ്യം, കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ മൂക്കിന് താഴെ ആശാ വർക്കേഴ്സ് ഇത്രയും ദിവസം സമരം ചെയ്തിട്ട് എന്തുകൊണ്ടാണ് പിണറായി വിജയൻ അരമണിക്കൂർ അവരുമായിട്ട് ഇരിക്കാൻ പറ്റാത്തത്? എന്താണ് മറ്റു സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ ആളുകൾക്കിടയിലേക്ക് ഇറങ്ങുന്നത് പോലെ ആശാ വർക്കേഴ്സിന്റെ ഇടയിലേക്ക് കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് ഇറങ്ങാൻ സാധിക്കാത്തത്? കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ കുടുംബം സുഖകരമായി ജീവിക്കുന്നത് പോലെയല്ലെങ്കിലും എന്റെ നാട്ടിൽ വിപ്ലവകാരിയാണല്ലോ. 25,000 രൂപ ഞാൻ ശമ്പളം കൊടുക്കുമെന്ന് തീരുമാനിക്കാനും കടം വാങ്ങിയിട്ടുണ്ടല്ലോ PSC മെമ്പർമാർക്ക് വേണ്ടിയിട്ട്. PSC മെമ്പർമാർക്ക് ഗവർണറേക്കാൾ കൂടുതൽ ശമ്പളം കൊടുക്കാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി തീരുമാനമെടുത്തില്ലേ? എന്താ PSC മെമ്പർമാരുടെ പണി? ഉത്തർപ്രദേശ് എന്ന് പറയുന്ന ഇത്രയും വലിയ സംസ്ഥാനത്ത് ആകെയുള്ളത് ഈ കേരളത്തിലുള്ള PSC മെമ്പർമാരെക്കാളും 3-1 ആളുകളാണ് അല്ലെ? അപ്പൊ ഇവിടെ ഗവർണർ വാങ്ങുന്നതിനേക്കാൾ കൂടുതൽ ശമ്പളം വാങ്ങിക്കൊടുക്കുന്ന PSC മെമ്പർക്കും PSC ചെയർമാനും 3 ലക്ഷത്തിൽ കൂടുതൽ ശമ്പളം ഉണ്ടാക്കുമ്പോ അത് കൊടുക്കുമ്പോ നിത്യനിദാന ചെലവിന് പൈസയില്ല എന്ന് പറഞ്ഞുകൊണ്ട് KV തോമസ് മാഷുടെ നേതൃത്വത്തിൽ കേന്ദ്രത്തിന്റെ ധനകാര്യ വകുപ്പ് മന്ത്രിയുമായി ചർച്ച ചെയ്തുകൊണ്ട് പണം കടം വാങ്ങിയിട്ട് അത് ചാക്കുകെട്ടിലാക്കി കൊണ്ടുവരുമ്പോ അതിൽ നിന്നൊരു തുകയെടുത്തുകൊണ്ട് അടിസ്ഥാന വിഭാഗമായിട്ടുള്ള ആശാ വർക്കേഴ്സിന് കൊടുക്കാൻ എന്റെ ഗവൺമെന്റ് തയ്യാറാണ് എന്ന് നിവർന്നു നിന്ന് പറയാനുള്ള തന്റെ ഇടം കാണിക്കാത്ത മുഖ്യമന്ത്രിയോടാണ് ചോദ്യം ചോദിക്കേണ്ടത്. കൊടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ? നിങ്ങൾക്ക് വകതിരിവുള്ള ഒരു ആരോഗ്യ വകുപ്പ് മന്ത്രിയെ കേരളത്തിൽ റിക്രൂട്ട് ചെയ്യാൻ പറ്റുമോ ഈ ചുമതലയിൽ? ആ ചോദ്യത്തിനാണ് ഉത്തരം പറയേണ്ടത്. ശമ്പളം കൊടുത്തിട്ട് പറയുക ഞങ്ങൾക്ക് 500 കോടി നഷ്ടമുണ്ട്, നഷ്ടം നികത്താൻ. അതിനല്ലേ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെ പറഞ്ഞത് നിങ്ങൾ ശമ്പളം കൊടുത്ത് കടബാധ്യതയുണ്ടെങ്കിൽ കടബാധ്യത പരിഹരിക്കാൻ വേണ്ടി കേന്ദ്രത്തിനെ കൊണ്ട് ഒരു അണാ പൈസ ഇല്ലാതെ ഞങ്ങൾ വാങ്ങിത്തരാമെന്ന് പറഞ്ഞിട്ട് ആഴ്ച എത്രയായി? എന്താ തീരുമാനമെടുക്കാത്തത്? എന്താ കാരണം? ആശാ വർക്കേഴ്സിന്റെ മക്കള് അങ്ങനെ കട്ടൻ ചായ കുടിച്ചാലും മതി, അവര് പാലൊഴിച്ച ചായ കുടിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, അവർ റോഡിൽ കിടന്നാലും കുഴപ്പമില്ല, അവർ തലമുടി മുറിച്ചാലും കുഴപ്പമില്ല, മുട്ടിലിറങ്ങിയാലും കുഴപ്പമില്ല എന്നുള്ള അഹന്തയാണ്. അതാ മാറ്റിവെക്കേണ്ടത്. ഞാൻ കേരളത്തെ കുറിച്ചാണ് സംസാരിക്കുന്നത്. കാരണം കേരളത്തിൽ എത്രയോ വർഷമായി 2 മുന്നണികളും മാറി മാറി ഭരിക്കുകയും പാവങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാവുകയും ആ സാഹചര്യത്തെ അതിജീവിക്കാനുള്ള പരിശ്രമം കേന്ദ്ര ഗവൺമെന്റിന്റെ കയ്യിൽ നിന്നും നേടിയെടുക്കാൻ വെറുതെ പറഞ്ഞാൽ മതിയോ? വയനാട് ദുരന്തത്തിന് വേണ്ടി, ദുരന്ത നിവാരണത്തിന് വേണ്ടി കിട്ടിയ കോടികളുടെ കണക്കെവിടെ? എത്ര ചെലവഴിച്ചു? ആർക്കാ കൊടുത്തത്? എത്ര വീടുകൾ നിർമ്മിച്ചു കൊടുത്തു? എത്ര കോടി നിങ്ങൾ വകമാറ്റി? എത്ര ലാപ്സ് ആക്കി കളഞ്ഞു? ഇത് ആരുടെയെങ്കിലും സ്ത്രീധന പണം എടുത്ത് വെച്ചിരിക്കുകയല്ല കേന്ദ്ര ഗവൺമെന്റിന്റെ കയ്യിൽ. കണക്ക് കൊടുക്കണം. കണക്ക് കൊടുത്താൽ ധനകാര്യ വകുപ്പ് മന്ത്രി ബാലഗോപാലിന്റെ പൂജ്യം എഴുതാൻ അറിയില്ല. ഏത് സ്കൂളിലാണ് പഠിച്ചത്? കോമയില്ല, കുത്തില്ല, പൂജ്യമില്ല. തോന്നിയ രീതിയിൽ കണക്ക് കൊടുത്താൽ അവിടെ നിന്ന് ചാക്കുകെട്ടിൽ വാങ്ങിക്കൊണ്ടുവരാൻ സാധിക്കുമോ? ഇപ്പൊ അല്ല, വയനാട്ടിലേക്ക് കണക്ക് കൊടുത്തിട്ടല്ലോ പണം കൊടുത്തത്. അതായത് എങ്ങനെയാണ് അലിഗേഷൻ? നിങ്ങൾ എന്ത് അടിസ്ഥാനത്തിലാണ് പറയുന്നത്? പാർലമെന്റിനകത്ത് പറഞ്ഞു. അതായത് ദുരന്ത നിവാരണത്തിന് വേണ്ടി കഴിഞ്ഞ 15 വർഷമായി കേരളത്തിലേക്ക് കൊടുത്ത പൈസയുടെ വിനിയോഗത്തിന്റെ കണക്ക് ഇതുവരെ കൊടുത്തിട്ടില്ല. അപ്പൊ കണക്ക് കൊടുക്കണ്ടേ? അപ്പൊ കണക്ക് വേണ്ടേ? കണക്ക് വേണമോ വേണ്ടയോ?
ഒരു വിഷയം ഉണ്ടാകുമ്പോൾ തന്നെ നിങ്ങൾ advance ആയി പണം കൊടുക്കുന്നു. സുഹൃത്തെ സുഹൃത്തെ ഹൈക്കോടതി ഉൾപ്പെടെ പറഞ്ഞ ഞാൻ പറയട്ടെ. പണം കൊടുക്കുന്നില്ല എന്നുള്ളത്. മാർച്ച് മാസം അവസാനിക്കുമ്പോൾ തന്നെ വായ്പയുടെ പരിധി അത് ഉപയോഗിച്ച് തരണം എന്ന് പറഞ്ഞ ഒരു നിബന്ധന വെച്ച് വായ്പ കൊടുക്കുന്നു. ഹൈക്കോടതിക്ക് കേന്ദ്ര സർക്കാരിനോട് ഇക്കാര്യത്തിൽ അത് കൂട്ടിനകരണം ഡിസംബർ വരെ മാറ്റണം എന്ന് ആവശ്യപ്പെട്ട് വന്നു. ഏറ്റവും അവസാനം ബാങ്ക് വായ്പകൾ എഴുതണം എന്നുള്ള ആവശ്യം ഹൈക്കോടതിക്ക് കേന്ദ്ര സർക്കാർ വെക്കേണ്ട അവസ്ഥയിലേക്ക് പോയി. ദുരന്ത നിവാരണത്തിന് വേണ്ടി എത്ര കോടി കിട്ടിയെന്നാണ് മാധ്യമ സുഹൃത്തുക്കൾക്ക് എന്തായാലും എന്നേക്കാൾ കൂടുതൽ കണക്കുണ്ടല്ലോ. ദുരന്ത നിവാരണത്തിന് വേണ്ടി കഴിഞ്ഞ 15 വർഷമായി കേരള ഗവൺമെന്റിലേക്ക് എത്ര കോടി കിട്ടിയെന്ന് ഒരു ചോദ്യം നിങ്ങൾ ഏതെങ്കിലും ഒരു പത്രസമ്മേളനത്തിൽ ചോദിച്ചോ? അല്ല, എത്ര? അപ്പൊ കണക്ക് വേണ്ടേ? എല്ലാ അതുകൊണ്ട് അതിന്റെ കണക്ക് എവിടെ? പബ്ലിക് ഡൊമൈൻ എന്തിനു വേണ്ടി ചെലവഴിച്ചു? ആ കൊടുത്ത പണം പിണറായി വിജയൻ ഗവൺമെന്റ് എന്തിനു വേണ്ടി കൊടുത്തു? കൊടുക്കുന്നതിന്റെ കണക്ക് എവിടെ? കണക്ക് വെച്ചിട്ടുണ്ടോ? കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ കണക്ക് വെച്ചിട്ടില്ല. വയനാട് ദുരന്ത നിവാരണത്തിലോ മലപ്പുറത്ത് നടന്ന ദുരന്തത്തിലോ അവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടിയോ ഞങ്ങൾ ഇത്ര കോടി ഞങ്ങൾ പിരിച്ചെടുത്തു. മുഖ്യമന്ത്രിയുടെ പിരിച്ചെടുക്കൽ വേറെ, അത് എപ്പോഴും പിരിച്ചെടുക്കുന്നുണ്ട്. ഞങ്ങളുടെ മുഖ്യമന്ത്രിമാര് വരെ 5 മുഖ്യമന്ത്രിമാർ 15 കോടിയോളം വരുന്ന തുക കൊടുത്തതൊക്കെ മാധ്യമ സുഹൃത്തുക്കൾക്ക് വ്യക്തമായിട്ട് അറിയാം. അപ്പൊ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഒരു കണക്കും വേണ്ട, ഞങ്ങൾക്ക് കോടികൾ തരൂ, കോടികൾ തരൂ, കോടികൾ തരൂ എന്ന് പറഞ്ഞാൽ കേന്ദ്ര ഗവൺമെന്റ് അങ്ങനെ കണക്കില്ലാതെ പണം കിട്ടില്ല. കേന്ദ്ര ഗവൺമെന്റിന്റെ കയ്യിൽ നിന്ന് കണക്ക് കൊടുത്താൽ കിട്ടും. 100 സ്കൂളുകൾക്ക് കിട്ടേണ്ട കോടികൾ പോലും വാങ്ങാൻ മന്ത്രി ശിവൻകുട്ടിക്ക് സാധിച്ചിട്ടില്ല. കാരണം എന്താണ്? ഇവർക്ക് പ്രൊജക്റ്റ് ഇല്ല, ഇവർക്ക് കണക്കില്ല, ഇവർക്ക് ചർച്ചയില്ല. ഇവർ ചെന്ന് അടച്ചിട്ട മുറിയിലിരുന്ന് ചർച്ച ചെയ്ത് ഞങ്ങൾക്ക് കുറച്ച് പണം വേണം എന്ന് പറഞ്ഞാൽ അങ്ങനെ പണം കൊടുക്കാൻ മറ്റു സംസ്ഥാനങ്ങൾക്കില്ലാത്ത ഒരു കൊമ്പും ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കില്ല. അതുകൊണ്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി കൃത്യതയോടുകൂടി സംസാരിക്കുക, ഒരു ഡിബേറ്റ് വെക്കുക, അതത് വകുപ്പ് മന്ത്രിമാരുമായിട്ട് ചർച്ച ചെയ്യുക. ഏത് വകുപ്പ് മന്ത്രിയാണ് നിങ്ങൾക്ക് പണം തരാത്തത്? എന്തുകൊണ്ട് പറയുന്നില്ല? അതായത് മുഖ്യമന്ത്രിയുമായി ചേർന്ന് നിൽക്കുന്ന ചില ആളുകളെ ഉപയോഗിച്ചുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റിനെതിരെ ചർച്ചയുണ്ടാക്കാൻ സാധിക്കുമോ? വാക്കുകൾ പറയാൻ സാധിക്കുമോ? ഇതൊന്നും പരിശ്രമിച്ചിട്ട് യാതൊരു പ്രയോജനവുമില്ല. ധവളപത്രം പുറപ്പെടുവിക്കണം. കേരളത്തിന്റെ ഓരോ വകുപ്പുകളിലേക്കും പിണറായി വിജയൻ മുഖ്യമന്ത്രിയായപ്പോൾ മുതൽ ഈ നിമിഷം വരെ കിട്ടിയ പണത്തിന്റെ കണക്ക് അത് കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ വെക്കാനും അത് ഏതെല്ലാം മേഖലകളിൽ ചിലവഴിച്ചു എന്നതിന്റെ കണക്ക് അവതരിപ്പിക്കാനും തയ്യാറുണ്ടോ? ഇതാണ് ചോദ്യം. ഇതിന് നമ്മൾ തമ്മിൽ ഒരു തർക്കവും നടത്തിയിട്ട് കാര്യമില്ല. ആ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞാൽ ബാക്കി കണക്ക് ഞങ്ങൾ പറയാം. രാജ്യത്തിന് ഹെഡ്ഗേവാർ സംഭാവന നൽകിയിട്ടുണ്ട് എന്ന് 1000% വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ എന്നുള്ളത് കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ റിസർച്ചിൽ നിൽക്കുന്നു. നിങ്ങൾക്ക് തോന്നുകയാണ് രാഷ്ട്രീയ സ്വയംസേവക സംഘം രാജ്യത്തിന് വേണ്ടി ഒരു സംഭാവനയും ചെയ്തിട്ടില്ല എന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത്. ഇന്ന് ഈ രാജ്യം നിലനിൽക്കുന്നത് ഇവിടത്തെ വലിയ വലിയ ഭീകരവാദ പരിശ്രമങ്ങൾക്ക് മുന്നിൽ സാംസ്കാരിക സംഘടനയായിട്ട് നിലനിൽക്കുകയും അതേ RSSനെ യുദ്ധം നടക്കുന്ന സമയത്ത് അവർക്ക് സ്പെഷ്യൽ ഇൻവൈറ്റിയാക്കി അവരെ ക്ഷണിച്ചു കൊണ്ടുവന്ന നെഹ്റു ഭരിച്ച ഒരു നാട്ടിലിരുന്നു കൊണ്ടാണ് ഇപ്പൊ RSSനെ കുറിച്ച് വെല്ലുവിളിച്ചുകൊണ്ട് സംസാരിക്കുന്നത്. രാജ്യം യുദ്ധമുഖത്ത് നിന്ന സമയത്ത് പട്ടാളക്കാരെ പോലെ പൊതു പരേഡിന് വേണ്ടിയിട്ട് ക്ഷണിച്ച കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള പ്രധാനമന്ത്രിമാർ വരെ അംഗീകരിച്ച ഒരു സംഘടനയാണ് രാഷ്ട്രീയ സ്വയംസേവക സംഘം. ഇത് വിശ്വസിച്ചുകൊണ്ടാണ് ഞാനിവിടെ ഇരിക്കുന്നത്. ആ ഹെഡ്ഗേവാറും രാഷ്ട്രീയ സ്വയംസേവക സംഘവും രാജ്യത്തിന് സംഭാവന ചെയ്തിട്ടില്ല എന്ന് ഏതെങ്കിലും ഒരു മാധ്യമ പ്രവർത്തകൻ പറഞ്ഞു എന്ന് കരുതിയിട്ട് ഞാനത് തൊടാതെ വിഴുങ്ങാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഞാൻ വിശ്വസിക്കുന്നത് കോൺഗ്രസിന്റെ ജവഹർലാൽ നെഹ്റു അംഗീകരിച്ച RSS, ഇന്ദിരാഗാന്ധി പോലും പല ഘട്ടങ്ങളിലും അംഗീകരിച്ച RSS ഈ രാജ്യത്ത് സേവന സംഘടനയാണ്. അവർ സാംസ്കാരിക സംഘടനയാണ്. അവർ ഗ്രാമാന്തരങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ട്. അവർ കണ്ണു കാണാത്ത ആളുകൾക്ക് വേണ്ടി സംഘടനയുണ്ട്, കുട്ടികൾക്ക് വേണ്ടി സംഘടനയുണ്ട്, ക്ഷേത്രങ്ങളിൽ പോകുന്നവർക്ക് വേണ്ടി സംഘടനയുണ്ട്. വിശ്വാസമില്ലാത്ത ചാർവാകന്റെ സിദ്ധാന്തത്തെ വരെ വിശ്വസിക്കുന്ന ആളുകളെയും അംഗീകരിക്കുന്ന പാരമ്പര്യമുണ്ട്. അപ്പൊ അത് കാര്യങ്ങൾ പഠിക്കാതെ മനസ്സിലാക്കാതെ അതിനെക്കുറിച്ച് നമ്മൾ ചർച്ച നടത്തിയിട്ട് കാര്യമില്ല.